ഇൻഡു മാർക്ക് ആൻഡ് പേപ്പർ ഇല്ല സർ. ലാസ്റ്റത്തെ ഇൻഡു മാർക്ക്. നിങ്ങൾ ഇത്രയും വലിപ്പമൊന്നും വേണ്ട, ചെറുത് മതി. അതാ കാണണ്ടേ, അവിടെ കാണില്ല. നിങ്ങൾ കുറച്ച് അങ്ങോട്ട് ആ. അല്ല ഭായി, ഇന്നെന്താ പേപ്പറൊക്കെ ആയിട്ട് പരീക്ഷ വല്ലതും ഉണ്ടോ? പരീക്ഷ ഒന്നും അല്ല, പരീക്ഷണങ്ങളാണ് കേട്ടോ. ഇത് നോക്കിക്കേ, ഈ പേപ്പറിൽ നിങ്ങൾക്ക് എന്താ ഇപ്പോൾ കാണാൻ പറ്റും? വെട്ടിയിട്ടേക്കുന്നതാണ് കണ്ടത് അല്ലേ? അപ്പം ഞാൻ കാര്യം പറയട്ടെ, ഇത്രയും വൈറ്റ് സ്പേസ് ഉണ്ടായിട്ടും ഇവിടെ ഇങ്ങനെ ഒരു വെട്ടിയിട്ട പോലെ അത് മാത്രമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ശരിയാണ്. നമ്മൾ മനുഷ്യർ ജീവിതത്തിൽ എത്ര തന്നെ നന്മകൾ ചെയ്തു കഴിഞ്ഞാലും ശരി, അതിനകത്ത് ഒരു ചെറിയൊരു നെഗറ്റീവ്, ഒരു ബ്ലാക്ക് മാർക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളടക്കം എല്ലാവരും അതിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. തീർച്ചയായും. അതെന്തുകൊണ്ട് ഈ നെഗറ്റിവിറ്റി ഫോക്കസിങ് കൂടുതലായിട്ട് വരുന്നത്? നിങ്ങൾ പറഞ്ഞ വളരെ സത്യമാണ്. പക്ഷേ ഇതൊന്നും നമ്മുടെ കുഴപ്പമില്ല, നമുക്ക് ആശ്വസിക്കാം. ഓക്കെ. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പൂർവികർ ഗുഹാമനുഷ്യരായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് ഈ മൃഗങ്ങളുടെയൊക്കെ ഭീഷണി വല്ലാതെ ഉണ്ട്. കാരണം ഇവരെ അറ്റാക്ക് ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് മനുഷ്യരിരിക്കുക. അപ്പോൾ ഏത് നിമിഷവും ഒരു ത്രെട്ട് വരും എന്നുള്ള രീതിയിലാണ് നമ്മുടെ ചിന്ത പോകുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു ചലനം ഉണ്ടായാൽ തന്നെ അത് പെട്ടെന്ന് ശ്രദ്ധിക്കും, സ്പോട്ട് ചെയ്യും. അതുപോലെ നമ്മുടെ തലച്ചോറിൻ്റെ അമിഗ്ഡല എന്ന് പറയുന്ന പാർട്ടാണ് ഈ ഫിയർ സെൻസ് ചെയ്യുന്ന സെൻറ്റർ. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഏത് നെഗറ്റീവായിട്ടുള്ള ഒരു മോഷനെ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ്സിനെയും മറ്റ് പോസിറ്റീവായ ഒരു മൂവ്മെൻറ്റിനേക്കാൾ ഫാസ്റ്ററായിട്ട് റെക്കഗ്നൈസ് ചെയ്യും, റെസ്പോണ്ട് ചെയ്യും, അതിനോട് റെസ്പോണ്ട് ചെയ്യും. ഇതെന്തിനത് വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മൾ സർവൈവ് ചെയ്യാനാണ്. ഉദാഹരണത്തിന് ഒരു സിംഹം അതിലൂടെ ഇങ്ങോട്ട് വരുന്നു, നമ്മൾ വളരെ ധൈര്യശാലിയായിട്ട് പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സിംഹത്തിൻ്റെ ഭക്ഷണമായി മാറും നമ്മൾ. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സംഗതി ശരിക്കും നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് ഒരു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, സർവൈവൽ മെക്കാനിസമാണ്. അതുകൊണ്ട് തന്നെ നെഗറ്റീവായ കാര്യങ്ങളെ വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ ക്യാച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് പിന്നെ അതേപോലെ തന്നെ വരുന്നൊരു കാര്യമാണ് സോഷ്യൽ ഇൻഫ്ലുവൻസ്. ഒരു കുറേ ഇതേപോലെ തന്നെ ചിന്തിക്കുന്നതുകൊണ്ട് നെഗറ്റീവായ കാര്യങ്ങൾ വേഗം സ്പ്രെഡ് ആവും. നെഗറ്റീവ് ന്യൂസ് കാട്ടുതീ പോലെ പടരും. എമ്പുരാൻ സിനിമ, അതിനകത്ത് ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങളുണ്ട്, പക്ഷേ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിനെ കുറിച്ചാണ് ആളുകൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ ഫോക്കസ് അതായി മാറിയില്ലേ ഇപ്പോൾ? അപ്പോൾ അതാണ് ഈ ഡിഫെയിമിങ്ങും അതേപോലെ നെഗറ്റീവ് ക്യാമ്പയിൻ. പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആളുകൾ ചീത്ത വിളിച്ചുകൊണ്ട് എഴുതുക. അത് വളരെ പോസിറ്റീവായിട്ട് ആശയപരമായി ഉള്ള ചർച്ചയല്ല. അവരെ തെറി വിളിച്ചുകൊണ്ട് അവരെ തോൽപ്പിക്കുക എന്നുള്ള ഒരു ശൈലിയൊക്കെ പിന്തുടരുന്നതിന് കാരണം ഇതാണ്. അത് മാറ്റാൻ കഴിയും കേട്ടോ. അതെങ്ങനെ മാറ്റും? മാറ്റത്തിൽ വളരെ നമ്മൾ സ്വയം ട്രെയിൻഡ് ആകുക, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക, പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ. അത് ഞാൻ ഓർത്തെ, ചില ആൾക്കാരൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നത് എന്ത് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ശരി, അവർ വളരെ പോസിറ്റീവായിട്ടല്ലേ. അതുകൊണ്ടാണ്, ഈ കാരണം കൊണ്ടാണ് അവർ സ്വയം ട്രെയിൻഡ് ആണ്, അല്ലെങ്കിൽ അതുപോലുള്ള പ്രോസസ്സിലൂടെ അവർ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം. അതുകൊണ്ടാണ് നമ്മളെ മനുഷ്യർ എന്ന് പറയുന്നത്. ഇല്ല ഒരേ രീതിയിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. നല്ല മെന്റർഷിപ്പ് ഒക്കെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാറ്റണം. നല്ല പുസ്തകങ്ങൾ.